ഹലോ. കല പഠിക്കേണ്ടത് എന്തുകൊണ്ട്? ഡിസൈൻ വിദ്യാർത്ഥികൾക്കായി ചില ശൂന്യ ചിന്തകൾ. കാഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദൃശ്യത്തെ ആവിഷ്കരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശൂന്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിറവും ഭാവവും രൂപവുമില്ലാത്ത നിറഞ്ഞു നിൽക്കുന്ന ആ ശൂന്യതയിൽ നിന്നാണ് എല്ലാം തെളിയുന്നത്. ശൂന്യമായ ക്യാൻവാസിനോളം ചിത്രസാധ്യതയുള്ള എന്താണുള്ളത്? ഒന്നും എഴുതാത്ത സ്ലേറ്റ് എന്നൊരു സങ്കല്പമുണ്ട്. അതിൽ നിന്നാണ് തബുല രസ എന്ന ആശയം കടന്നു വരുന്നത്. ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ശൂന്യമായ സ്ലേറ്റ് എന്നതാണ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ പഠിതാവും തുറന്ന മനസ്സോടെയാണ് ആരംഭിക്കുന്നത്. അനുഭവങ്ങളാൽ രൂപപ്പെടാൻ തയ്യാറാണ് എന്ന് വിദ്യാർത്ഥികൾ ഒരു ശൂന്യമായ ക്യാൻവാസിനെ സമീപിക്കുമ്പോൾ അവർ വെറുതെ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടാക്കുകയല്ല, മറിച്ച് അന്വേഷണം നടത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വയം കണ്ടെത്തുകയും കൂടിയാണ് ചെയ്യുന്നത്. ഇത് തെറ്റുകൾ വരുമെന്ന ഭയമില്ലാതെ ശരിയായ സർഗാത്മകതയ്ക്ക് വഴി തുറക്കുന്നുണ്ട്. ശൂന്യമായ മനസ്സ് ഒരു കലവറയാണ്, കലയുടെയും സർഗാത്മകതയുടെയും കലവറ. അതിനാൽ മനസ്സിനെ ചിന്തകളുടെ ഭാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ശൂന്യമായ ഒരു ക്യാൻവാസിനു മുന്നിൽ നിൽക്കുന്നു എന്ന ബോധ്യത്തോടെ യാത്ര തുടങ്ങും. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് യാതൊരു സംക്ഷിപ്ത വിവരണവുമില്ല. നിങ്ങളുടെ കലാസൃഷ്ടി വാങ്ങേണ്ടവരും വരുന്നില്ല. ആകെയുള്ള നിങ്ങളും നിങ്ങളുടെ ചിന്തകളും പിന്നെ ക്യാൻവാസിൻ്റെ ശൂന്യതയിലേക്ക് നീളുന്ന ആ കൈയും മാത്രം. ആ ശൂന്യതയിൽ നിന്ന് എന്തും സൃഷ്ടിക്കാനാവുമെന്ന ധൈര്യമാണ് നിങ്ങളുടെ സർഗാത്മകതയുടെ ആസ്തി എന്ന് പറയുന്നത്. ഡിസൈൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നിങ്ങൾ പല ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും സിസ്റ്റങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും. പക്ഷേ അതിന് തുമ്പായി നിങ്ങൾ കാണാൻ പഠിക്കണം. അതാണ് പ്രധാനം. കാഴ്ച എന്ന് പറയുന്നത് ഒരു വലിയ അന്വേഷണമാണ്. കല പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കാണാതെ പോകുന്ന കാര്യങ്ങൾ കാണാൻ കൂടിയാണ് പരിശീലിക്കുന്നത്. ഒരു നിഴലിൻ്റെ വാർത്തുളകം, ഒരു രൂപത്തിൻ്റെ അർത്ഥതലങ്ങൾ, നിങ്ങളുടെ നിശബ്ദത, നിറങ്ങളുടെ സൈലൻസ്, ഇവയൊക്കെ ഡിസൈനിങ്ങിൻ്റെ ജീനുകളാണ്. കല വാസ്തവത്തിൽ നിങ്ങളെ അനുഭവിക്കാൻ കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഒരു മികച്ച ഡിസൈനർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നയാളല്ല, മനുഷ്യരെ സ്വാധീനിക്കുന്നയാളാണ്. കല പഠിക്കുമ്പോൾ നിങ്ങൾ അനുഭൂതി, ചലനം, സംസ്കാരം, കഥ എന്നീ ഘടകങ്ങൾ കൂടി മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിർമ്മിക്കുന്നത് കേവലം വസ്തുക്കളെയല്ല, ഒബ്ജക്ട്സിനെയല്ല, അർത്ഥം ഉൾക്കൊള്ളുന്ന അനുഭവങ്ങളാണ്. നിങ്ങളുടെ യാത്രയിൽ സൃഷ്ടിപരമായ തടസ്സങ്ങളും സംശയങ്ങളും വരും. അതാണ് കല പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അവ്യക്തത, പരാജയങ്ങൾ, പിന്നീടുള്ള ബോധങ്ങൾ ഇതെല്ലാം വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. കല അതിവേഗം സംഭവിക്കുന്ന ഒന്നല്ല, അത് അതിൻ്റേതായ സമയമെടുക്കും. ഏറ്റവും പ്രധാന കാര്യം കല നിങ്ങളെ നിങ്ങളായി കാണാൻ സഹായിക്കുന്നു എന്നതാണ്. ട്രെൻഡുകളും അൽഗോരിതങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നിങ്ങളുടെ യഥാർത്ഥ ഭാവം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. കല പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് മാത്രമല്ല, മനസ്സിലാക്കുക അതെന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാവും. അവസാനമായി ഇത്രയും കൂടി ഞാൻ പറഞ്ഞോട്ടെ. കല നിങ്ങളെ വെറുമൊരു മികച്ച ഡിസൈനറായി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, അത് നിങ്ങളെ ആഴത്തിൽ ചിന്തിക്കാനും വിഷ്വലൈസ് ചെയ്യാനും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാനും സധൈര്യം സർഗസൃഷ്ടി നടത്താൻ കഴിയുന്നതുമാക്കി മാറ്റുകയാണ്. നമുക്കുള്ളിലെ ശൂന്യമായ സ്ലേറ്റിൽ നിന്ന് തുടങ്ങും. താങ്ക് യു.